നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ജെല്ലി മിഠായി വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്ന് കാണാം. നമ്മളതിൽ കളറൊന്നും ചേർക്കില്ല, ശരിക്കുള്ള ഫ്രൂട്ട്സ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഓറഞ്ചും തണ്ണിമത്തനുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ട് സാധനവും നമുക്ക് ജ്യൂസാക്കി എടുക്കാം. ആദ്യം നമുക്ക് തണ്ണിമത്തൻ്റെ ജ്യൂസ് എടുക്കാം. നമുക്ക് മുറിക്കാം. അയ്യവ നല്ല കളറുള്ള തണ്ണിമത്തൻ കണ്ടോ. നമുക്ക് ഇതിൻ്റെ പകുതി മാത്രം മതി കേട്ടോ. അതിന് വെള്ള കളറൊന്നും വേണ്ട കേട്ടോ. വെള്ള കളറിട്ടാൽ കളർ ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് വെള്ള കളർ വേണ്ട പറഞ്ഞത്. പിന്നെ നമ്മൾ ഉടയ്ക്കുമ്പോൾ വെള്ള കളർ ഉടയാനും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ സാധനം വെച്ചിട്ട് നന്നായിട്ട് ഉടയ്ക്കാം. മിക്സിയിൽ വെച്ച് ഉടയ്ക്കുകയാണെങ്കിൽ കുരുവൊക്കെ നന്നായിട്ട് അരഞ്ഞു പോവും. അരഞ്ഞാൽ നമ്മുടെ തണ്ണിമത്തൻ്റെ കളർ തന്നെ മാറിപ്പോവും. അതിനാണ് ഈ സാധനം വെച്ച് ഉടയ്ക്കുന്നത്. നമുക്കതിൻ്റെ നീരാണ് വേണ്ടതേ. ഇതൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചു ഒഴിക്കാം. ഇങ്ങനെ ഉടച്ചെടുത്താൽ നമുക്ക് നല്ല കളറുള്ള തണ്ണിമത്തൻ്റെ ജ്യൂസ് കിട്ടും. അതിനാണ് ഇങ്ങനെ ഉടച്ചത്. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ആയിട്ടുണ്ട്. ഇനി ഓറഞ്ച് ജ്യൂസാക്കി എടുക്കാം. നമുക്കിനി ഓറഞ്ച് ഒന്ന് മുറിച്ചെടുക്കാം. ഇത് മിക്സിയിൽ വെച്ചിട്ടൊന്നും അരയ്ക്കൊന്നും വേണ്ട. നമുക്കിത് രണ്ട് കഷ്ണമാക്കിയിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ഓറഞ്ചാണ്. നന്നായിട്ടിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ നമുക്കുള്ള നീര് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ജ്യൂസും ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജെല്ലി മിഠായിയുടെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ജെല്ലി മിഠായി ആക്കിയെടുക്കാം. നമുക്കതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് തണ്ണിമത്തൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/2 ലിറ്ററോളം ഉണ്ട് കേട്ടോ. തണ്ണിമത്തൻ ജ്യൂസ് ഒന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ 10 ഗ്രാം സൈനാഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ലിറ്റർ ജ്യൂസിന് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് 10 ഗ്രാം സൈനാഗ്രാസാണ്. ഒരു 3 മിനിറ്റ് ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ നന്നായിട്ട് അലിഞ്ഞ് വന്നോളൂ കേട്ടോ. സൈനാഗ്രാസ്, നമ്മുടെ സൈനാഗ്രാസ് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. തണ്ണിമത്തനും അതും ഒന്ന് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ്, 2 കപ്പ് പഞ്ചസാര അലിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരണേ. അപ്പോഴാണ് നമ്മുടെ ജെല്ലി മിഠായിയുടെ ലെവലിൽ വരുള്ളൂ. നമ്മുടെ പഞ്ചസാര കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ പാകം കറക്റ്റ് കാണിച്ചു തരാവേ. എന്താ ഇങ്ങനെ ഒരു നൂൽ പരുവായി വരണം, കണ്ടില്ലേ? ഇതാ ഈ സമയത്ത് നമുക്കിതിൽ ഒരു നാരങ്ങയുടെ പാതി നീരിതിൽ ഒഴിച്ചു കൊടുക്കാം. ഈ നാരങ്ങ ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് ജെല്ലി മിഠായി ഒരു പുളിപ്പില്ലേ, ആ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നാരങ്ങ നീരൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം എല്ലാം അത് നല്ല ലെവലായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പാത്രത്തിൽ ലേശം ഓയിൽ പുരട്ടിയിട്ടുണ്ട്. മണമില്ലാത്ത എണ്ണ വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ, പുരട്ടി കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ജെല്ലി മിഠായി ചൂടാറാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. തണ്ണിമത്തൻ കൊണ്ടുള്ള ജെല്ലി മിഠായി അതിന് അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ജെല്ലി മിഠായി ഉണ്ടാക്കാം. ഞാനിവിടെ പിഴിഞ്ഞെടുത്ത ഓറഞ്ച് 250 ml ഉള്ളു. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു 250 ml വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ 2 കപ്പായിട്ടോ. അപ്പോൾ 1/2 ലിറ്ററായി. ഇത് വെള്ളം ഒഴിച്ചത് ഞാൻ ആ പിഴിഞ്ഞ നാരങ്ങയുടെ ഇത് ഒന്നുകൂടി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്തതാണ്. അതാണ് മഞ്ഞ കളറായിരുന്നത് വെള്ളം. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ലിറ്റർ ജ്യൂസിന് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് 10 ഗ്രാം ചൈന ഗ്രാസാണ്. ഇത് നന്നായിട്ട് ആദ്യം ഇട്ടതുപോലെ അലിഞ്ഞു വരട്ടെ. അങ്ങനെ നമ്മുടെ ഓറഞ്ചും ചൈന ഗ്രാസ് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. നമ്മുടെ ഓറഞ്ച് മുട്ടായിയുടെ പാകമായിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി അതിൻ്റെ പാകം കാണിച്ചു തരാം. ഈ പാകം വരണേ, കണ്ടില്ലേ? ഓറഞ്ച് ജ്യൂസായ കാരണം നമ്മൾ നാരങ്ങ ഇതിൽ ഒഴിക്കുന്നില്ല. മറ്റുള്ള ജ്യൂസുകളാണെങ്കിൽ ഒരു ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ ജെല്ലി മുട്ടായിയുടെ ഒരു പുളിപ്പ് രസം നല്ല സൂപ്പറായിട്ട് നമ്മുടെ നാവിൽ വരുള്ളൂ. ഇതിൽ ഒഴിക്കാതെ വരുള്ളൂ. ഈ ചൂടോടെ എടുത്ത് എണ്ണ തേച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ കയ്യിൽ അച്ചൊന്നുമില്ല കേട്ടോ. അച്ചില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി അച്ചുള്ളവർക്ക് അച്ചിലൊഴിച്ചു കൊടുക്കുക. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇത് 2 എണ്ണം ഇനി ജെല്ലി മിഠായി ആവാൻ വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂർ ഞാൻ എടുത്ത് വെക്കുകയാണ്. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വൈകുന്നേരത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഞാനിത് രാവിലെ ഇത് എടുക്കുള്ളൂ. അപ്പം നന്നായിട്ട് ചൂടാറി ജെല്ലി മിഠായി ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് കാണാം. എൻ്റെ മക്കളെ, നമ്മുടെ ഓറഞ്ച് ജെല്ലി മിഠായും തണ്ണിമത്തൻ്റെ ജെല്ലി മിഠായും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡൊക്കെ ഈ കത്തിയുടെ മുന കൊണ്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ ഇളകി വരുന്നത്? കണ്ടില്ലേ നമ്മുടെ തണ്ണിമത്തൻ്റെ ജെല്ലി മിഠായി? ഇത് കണ്ടില്ലേ നമ്മുടെ തണ്ണിമത്തൻ്റെ ജെല്ലി മിഠായി. നമുക്കിനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമുക്ക് അച്ചുണ്ടായിരുന്നെങ്കിലേ ഓരോരോ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. ഇവിടെ അച്ചില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കണത് കേട്ടോ. അങ്ങനെ നമ്മളുടെ ജെല്ലി മിഠായി ഒക്കെ മുറിക്കൽ കഴിഞ്ഞിട്ടാ. ഇത് കണ്ടില്ലേ? അയ്യോ, നല്ല സൂപ്പറായിരിക്കണം, ഗ്ലാസ് പോലെ. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ മിഠായിയും കൂടി മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓറഞ്ച് മിഠായും അടിപൊളിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് കണ്ട? ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര പൊടിച്ചതിട്ടിട്ട് ഇതിങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ്റെ ജെല്ലി മിഠായും ഓറഞ്ചിൻ്റെ ജെല്ലി മിഠായും റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? തണ്ണിമത്തൻ്റെ ജെല്ലി മിഠായി ഇട്ടാ. കണ്ടില്ല ആടണത്? ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ജെല്ലി മിഠായി എടുക്കാം. ഇതും അതേപോലെ ആടുന്നുണ്ടോ? കണ്ടില്ലേ? ഇത് ഇനി നമ്മൾ വെക്കും തോറും ഉറപ്പ് കൂടി കൂടി വരും. അപ്പോൾ ഒന്നുകൂടി നല്ല ഇതുണ്ടാവും കഴിക്കാൻ. ഇത് എല്ലാവരും ഉണ്ടാക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ എഴുതണം. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പൊന്നു മക്കളെ, ഫോളോ ചെയ്യും കൂടി ചെയ്യണേ മക്കളെ.